A1 ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സഹായങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കരുത് എന്ന് വ്യാപകമായി പ്രചരിക്കുന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. ചില ദൃശ്യമാധ്യമങ്ങൾ ചെയ്തു കൂട്ടുന്ന ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണം സമൂഹത്തിലെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരോട്ട് കാട്ടുന്ന ക്രൂരത മാത്രമാണെന്ന് പയ്യന്നൂർ MLA TI മധുസൂദനൻ വാർത്താലേഖകരുടെ ചോദ്യത്തിന് മറുപടിയായി അറിയിച്ചു. നിങ്ങളുടെ ഓരോ നാണയത്തൊട്ടുകളും സുതാര്യമായി അയക്കുവാനും അറിയുവാനുമുള്ള പ്രവർത്തനം ഏകോപിപ്പിച്ചതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. ഇതിൽ ഒരു നയാ പൈസ പോലും വഴിമാറി ചിലവഴിക്കാൻ കഴിയില്ല എന്നും MLA കൂട്ടിച്ചേർത്തു. ഈ വയനാട് ദുരന്തത്തെ തുടർന്ന് കേരളത്തിലെ ഗവൺമെന്റ് ഒറ്റക്കെട്ടായി എല്ലാവരെയും ചേർത്ത് പിടിച്ചു. ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് വിഷം കലക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് വളരെ തെറ്റായ, ഒരിക്കലും പാടില്ലാത്ത ചില നവമാധ്യമങ്ങളിലൂടെയും മറ്റു വഴികളിലൂടെയും ചിലരെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നു. ചില ഓൺലൈൻ മാധ്യമങ്ങൾ കൂടി അതിൽ കാണുന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. ഇന്നലെ തന്നെ ഒരു സാധാരണ മനുഷ്യൻ അയച്ചു തന്നിട്ടുള്ള ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത് ഈ ദുരിതാശ്വാസ നിധി എന്തോ വൻ തട്ടിപ്പാണ് എന്ന് ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സന്ദേശമാണ്. അദ്ദേഹം സങ്കടത്തോടു കൂടിയിട്ടാണ് പറഞ്ഞത്. എങ്ങനെയാണ് കേരളം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സഹിക്കുന്നത് എന്ന് ചോദിക്കുന്ന രീതിയിൽ അദ്ദേഹം ഇതെന്തായാലും തുറന്നു കാണിക്കണം. ഞാൻ അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അതിൻ്റെ പബ്ലിക് റിലേഷൻസിൻ്റെ ചുമതലയുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കാര്യം പെടുത്തി. അവർ തന്നെ പറഞ്ഞു ഇത് ഫേക്കാണ്, ഇതിനെതിരായിട്ടുള്ള മറ്റ് നടപടികൾ ഞങ്ങൾ നീക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനെല്ലാം പിന്നിൽ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഈ തെറ്റായ പ്രചാരവേലയോടൊപ്പം സഞ്ചരിക്കുന്ന ധാരാളം ആളുകളെ കൂടി മലയാളികളെന്ന പേരിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് സുതാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പരിഗണന പോലും അതിൽ നിന്ന് ആശ്വാസം കിട്ടുന്നതിന് ഇന്ന് ആരുടെയെങ്കിലും ഒരു പിന്തുണയോ സപ്പോർട്ടോ റെക്കമെൻഡ് ലെറ്ററോ ഒന്നും ആവശ്യമില്ലാത്ത രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇന്ന് ആശ്വാസ നിധി വിതരണം ചെയ്യുന്നത്. ആർക്കും ഓൺലൈനായിട്ട് അവരുടെ രേഖകളൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പരിശോധന നടത്തി അർഹതപ്പെട്ട ആനുകൂല്യം അതാത് ആളുകളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ പാകത്തിലുള്ള സംവിധാനമാണ്. ഒരു നയാ പൈസ പോലും അതിൽ നിന്ന് വകമാറ്റി ചെലവഴിക്കാൻ വേണ്ടി പറ്റില്ല. നിയമാനുസൃതമായിട്ടുള്ള വഴിയിലൂടെ അല്ലാതെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പറ്റില്ല. ജനങ്ങളെ രക്ഷപ്പെടുത്തുക, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ദുരിതാശ്വാസ നിധിയുടെ ഉള്ളടക്കം. അതിനെ തെറ്റിദ്ധാരണയുണ്ടാക്കി അട്ടിമറിക്കാൻ പറ്റുമെന്നുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ ലോകം മുഴുവനും അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതികരണം അവരവരുടെ സഹായങ്ങൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ അനുഭവം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഉലകനായകൻ എന്നറിയപ്പെടുന്ന കമലഹാസൻ മുതൽ നമ്മുടെ നാട്ടിലെ ഓരോ കലാപ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും. ഇന്ന് ഞാൻ വരുമ്പോൾ എന്നോട് അബുദാബിയിൽ നിന്നുള്ള ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് പൈസ കൊടുക്കണം. ഞാനത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അദ്ദേഹത്തോട് പറഞ്ഞു CMDRF എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പണം അടക്കാം. ആ പണം അടക്കുന്നതിന് ബാങ്കുകൾ വഴിയുള്ള സംവിധാനങ്ങളുണ്ട്. അതിന് മറ്റു കാര്യങ്ങളെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അയച്ചു തരികയും ചെയ്യാം. ആർക്കും സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു നയാ പൈസ പോലും വകമാറി എവിടെയും പോവില്ല. ഒരു നയാ പൈസ പോലും വേറെ എവിടെയെങ്കിലും ഒരു അക്കൗണ്ടിലേക്കും പോവില്ല. അതെല്ലാം CMDRF എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രമേ പോകുള്ളൂ. അതിനെയാണ് തെറ്റിദ്ധാരണ ഉളവാക്കുന്ന രീതിയിൽ ഈ ഏറ്റവും മാരകമായിട്ടുള്ള വിഷം ആളുകളുടെ മനസ്സിൽ എത്തിക്കുന്ന രീതിയിലുള്ള പ്രചാരവേലകൾ നടക്കുന്നത്. നമുക്ക് കേരളത്തിലെ മനുഷ്യൻ ഒറ്റക്കെട്ടാണ് ഈ നാടിൻ്റെ സങ്കടങ്ങളിൽ എന്നത് തലയുയർത്തി പറഞ്ഞ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകാം. ഈ പ്രചാരവേലകളൊക്കെ ഈ മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്നത് പോലെ ഒലിച്ചു പോവുക തന്നെ ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ചെറുപുഴയ്ക്ക് ഇനി രുചിയുടെ പെരുമയും 20 വർഷത്തെ സേവന പാരമ്പര്യവുമായി നാവിലൂറും രുചി വൈവിധ്യങ്ങളുമായി ഡ്രീംലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാലിൽ. ആളുകളുടെ അഭിരുചിക്കൊത്ത് ഇഷ്ടവിഭവങ്ങളുടെ സ്വാദിഷ്ട ഭക്ഷണശാല ഡ്രീംലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാൽ.